ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. യഥാർത്ഥ ഭക്തർ ശബരിമലയിൽ ദർശനം നടത്താതെ പോയിട്ടില്ല. കപടഭക്തന്മാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പോലീസ് വളരെ കൃത്യമായി ഇടപെട്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപടഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം, അവിടെ തിരുമുടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുന്ന 2-3 ആളുകളെ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ്. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് നല്ലപോലെ ഇടപെട്ടു. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മോൻസ് ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി ഉയർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് റബ്ബർ കർഷകർക്കിടയിൽ ആശങ്കയുണ്ടാക്കി. വിലത്തകർച്ച മൂലം റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്താൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. നിയമസഭയിൽ നിന്ന് AV ജയശങ്കറും ഷഫീദ് റാവുത്തറുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ജയശങ്കറിലേക്ക്. ജയശങ്കർ, എന്താണ് ദേവസ്വം മന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞത്? വേണു, ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന സംഭവങ്ങൾ പോലും ശബരിമലയിലാണ് എന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണങ്ങളുണ്ടായി. ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു. പോലീസ് കൃത്യമായ ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ചു. ഒപ്പം ഭക്തർ മാലയൂരി തേങ്ങയൊടിച്ച് ശബരിമല സന്ദർശിക്കാതെ പോയ വിഷയത്തിലും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായി. ഇത്തരത്തിൽ യഥാർത്ഥ ഭക്തരല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് വ്യാജ ഭക്തരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ മറുപടി. യഥാർത്ഥ ഭക്തർ പ്രശ്നങ്ങൾ നിന്നിട്ടില്ല. വിൻസെന്റ് MLA ചോദ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു മന്ത്രി നിയമസഭയിൽ ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. അത്തരത്തിൽ സംഘടിതമായി ശബരിമലയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ മുദ്രാവാക്യം വിളി നടന്നു. ഇതിലെല്ലാം തന്നെ കൃത്യമായൊരു ഗൂഢാലോചന ഉണ്ടെന്നും മന്ത്രി പറയുന്നു. ശബരിമലയിൽ പോലീസ് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി. പോലീസ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഈ തിരക്കിനിടയിൽ ഉണ്ടാകാതെ പോയതെന്നും മന്ത്രി പറഞ്ഞു. ഇല്ലെങ്കിൽ പുല്ലുമേട് പോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും കൃത്യമായി ശബരിമലയിലെ ഓരോ വിഷയങ്ങളിലെയും പോലീസ് ഇടപെടലുകളെ അഭിനന്ദിച്ചും ഒപ്പം കൃത്യമായി വ്യാജ പ്രചരണങ്ങൾ നടന്നു എന്നും മന്ത്രി പറയുന്നു. എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന് തരത്തിലുള്ള വീഴ്ചയും പറ്റിയിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും കൂടി മന്ത്രി സഭയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വേണം. ശരി, ഷഫീദ് റാവുത്തർ നിയമസഭയിൽ നിന്ന് ചേരുന്നു. ഷഫീദ്, ഈ റബ്ബർ വില തകർച്ച എന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇന്ന് പ്രതിപക്ഷം ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്? ഷഫീദ്, കേൾക്കാമോ? ഈ റബ്ബർ വില തകർച്ച ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്? വേണു, ഉറപ്പായിട്ടും. കാരണം സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി അത് പലതരത്തിലുള്ള പല സമയങ്ങളിൽ ഉയർത്തി കാണിച്ചതാണ്. ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി ഈ വിഷയം ഉയർത്തുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. മോൻസ് ജോസഫാണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഈ ഉൽപ്പാദന ചെലവിന്റെ വർധനവും വിലത്തകർച്ചയും മൂലം കേരളത്തിലെ റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ ആവശ്യം. ആദ്യം കൃഷിമന്ത്രി പി പ്രസാദാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ റബ്ബറിന്റെ വിലയിലുണ്ടായ കുറവ് കേന്ദ്ര സർക്കാർ ഏർപ്പെട്ട കരാറിന്റെ തിക്തഫലമാണ്. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കുന്ന തരത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ 2021 ബജറ്റിൽ താങ്ങുവില ഉയർത്തി. റബ്ബറിന്റെ താങ്ങുവില 150 രൂപയിൽ നിന്ന് 170 രൂപയായി ഉയർത്തി. താങ്ങുവില 250 ഉയർത്താൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ ഇതിനെ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല. നേരിട്ട് കണ്ടടക്കം മന്ത്രിമാർ
സംസ്ഥാനത്തെ മന്ത്രിമാർ കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ റബ്ബർ മേഖലയിലെ കർഷകരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അതാണിപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. തന്നെയാണ് നിയമസഭയിൽ ഒരു വാദമായും സംസ്ഥാന സർക്കാർ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് സഭയെ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ മോൻസ് ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയ അവതാരകനായ മോൻസ് ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കണം. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം ഗൗരവമായി ചിന്തിക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംയോജിതമായ ഇടപെടൽ നടത്തിയിരുന്നു. റബ്ബറിന്റെ വിലസ്ഥിരത ഫണ്ട് 250 രൂപയാക്കുമെന്ന് LDF വാഗ്ദാനം ചെയ്തു. എന്നാൽ അത് നടപ്പായില്ല എന്നുള്ള ആക്ഷേപം അത് പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ഇപ്പോൾ മോൻസ് ജോസഫ് സംസാരിക്കുകയാണ്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കേന്ദ്ര ബജറ്റ് നാളെയാണ്. സ്വാഭാവികമായും ഈ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി നിയമസഭയിൽ ഉയർത്തി അങ്ങനെ ഒരു ശ്രദ്ധ അത് ആകർഷിക്കുകയാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. ഷഫീദ് റാവുത്തറും AV ജയശങ്കറുമാണ് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.